ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ലേൺ ഹൗസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 10th യൂണിറ്റ് 3 ആയ ദ ഡേഞ്ചർ ഓഫ് ദ സിംഗിൾ സ്റ്റോറി എന്നുള്ള സ്പീച്ചാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. The third lesson in our English reader is the danger of a single story. English readerലെ third lesson ഏതാണ്? The danger of a single story ആണ്. It is a speech by Nigerian novelist Chimamanda Ngozi Adichie. ഈ സ്പീച്ച് നൈജീരിയൻ നോവലിസ്റ്റായ ചിമാന്ത ngോസി ആഡിച്ചിയുടേതാണ്. ഈ തന്നിട്ടുള്ള ഹിൻസ് വെച്ച് നമുക്ക് ചിമാന്തയുടെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാം. ചിമാന്തയുടെ ബർത്ത് സെപ്റ്റംബർ 15, 1977, നാഷണാലിറ്റി നൈജീരിയൻ, എഡ്യൂക്കേഷൻ ഡ്രക്സൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് നൈജീരിയ, നോൺ ആസ് നോവലിസ്റ്റ്, നോൺ ഫിക്ഷൻ റൈറ്റർ, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, സ്പീക്കർ. Works Purple Hibiscus, Half of a Yellow Sun, Americana. Awards Women's Prize for Fiction, MacArthur Fellowship, Shorty Award for Literature എന്നിവയൊക്കെയാണ്. ഇനി നമുക്ക് ഈ ഇൻസ് വെച്ചിട്ടൊരു പ്രൊഫൈൽ തയ്യാറാക്കാം. Profile. Chimamanda Ngozi Adichie was born on 15 September 1977 in Nigeria. Chimamanda Ngozi Adichie ജനിച്ചത് 1977 സെപ്റ്റംബർ 15 നൈജീരിയയിലാണ് ജനിച്ചത്. She had her education at the University of Nigeria and at the age of 19 she went to the United States to join Drexel University. ചിമാന്തയുടെ വിദ്യാഭ്യാസം നൈജീരിയയിലെ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. 19 വയസ്സായപ്പോൾ ചിമാന്ത യുണൈറ്റഡ് സ്റ്റേറ്റിൽ പോയി ഡ്രക്സൽ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. ഷീ ഈസ് വെരി പോപ്പുലർ നോവലിസ്റ്റ്, നോൺ ഫിക്ഷൻ റൈറ്റർ ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ചിമാന്ത പോപ്പുലർ ആയിട്ടുള്ള ഒരു നോവലിസ്റ്റാണ്, നോൺ ഫിക്ഷൻ റൈറ്ററാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. ഷീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് അറ്റ് എ വെരി ഏർലി ഏജ് ഓഫ് 7. ചിമാന്ത 7 ഇയർ ആയപ്പോൾ തന്നെ എഴുതാൻ തുടങ്ങിയിരുന്നു. ഷീ ഈസ് എ വെൽ നോൺ സ്പീക്കർ ടു, നല്ലപോലെ സംസാരിക്കുമായിരുന്നു. ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ഈസ് എ പോപ്പുലർ സ്പീച്ച് മെയ്ഡ് ബൈ ആഡിച്ചി. ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നുള്ളത് ആഡിച്ചിയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്പീച്ചാണ്. ദിസ് സ്പീച്ച് ഹാസ് ബിക്കം വൺ ഓഫ് ദ ടോപ്പ് 10 മോസ്റ്റ് വ്യൂഡ് ഡെഡ് ടോക്സ് ഓഫ് ഓൾ ടൈം. ചിമാന്തയുടെ ഈ സ്പീച്ച് കൂടുതൽ വ്യൂ ഉള്ള 10 സ്പീച്ചിൽ ഒരു സ്പീച്ചാണ്. She has won many awards including Cain Prize for African Writing and very prestigious Booker Prize. ചിമാന്തക്ക് കുറേ പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട്. കെയ്ൻ പ്രൈസ് ഫോർ ആഫ്രിക്കൻ റൈറ്റിങ്ങിനുള്ള കെയ്ൻ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പ്രസ്റ്റീജിയസ് അവാർഡായ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. She continues the journey of her literacy life with all its zest. എല്ലാ ആവേശത്തോടും കൂടി ചിമാന്തയുടെ സാഹിത്യ ജീവിതം മുന്നോട്ട് തുടർന്നു. സോ ഇതാണ് ചിമാന്ത ngോസി ആഡിച്ചിയുടെ ഒരു പ്രൊഫൈൽ. About det.com. Det is a non-partisan and non-profit organization devoted to spreading ideas, usually in the form of short and powerful talks. ഐഡിയാസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ടെഡ്. ടെഡിൽ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് ആൻഡ് പവർഫുൾ ടോക്സ്. ചെറിയ പവർഫുള്ളുള്ള സംസാരത്തിലൂടെയാണ് ടെഡിലൂടെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്യുന്നത്. TED began in 1984 as a conference for technology, entertainment and design brought together on a single platform, and today it covers almost all topics from science to business to global issues in more than 110 languages. TED സ്റ്റാർട്ട് ചെയ്യുന്നത് 1984 ഒരു കോൺഫറൻസ് ഫോമിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ടെക്നോളജി, എൻ്റർടൈൻമെൻറ്റ്, ഡിസൈൻ ഈ 3 കാര്യങ്ങളും ഒരേ സിംഗിൾ പ്ലാറ്റ്ഫോമിലാണ് പെർഫോം ചെയ്യുന്നത്. അത് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യും. സയൻസ്, ബിസിനസ്, ഗ്ലോബൽ ഇഷ്യൂസ് ഈ 3 ടോപ്പിക്സും ടെഡിൽ കവർ ചെയ്യുന്നുണ്ട്. സയൻസും ബിസിനസ്സും ഗ്ലോബൽ ഇഷ്യൂസൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ഇതിൽ 110 പുറമേ ഭാഷകൾ ഉപയോഗിക്കാൻ പറ്റും. The danger of a single story. What does the title mean?
ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ഈ ടൈറ്റിൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി, ഇറ്റ് മീൻസ് ടു ഹാവ് എ സിംഗിൾ പീസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് പീപ്പിൾ, തിങ്സ്, നാഷൻസ്, എക്സെട്ര, ആൻഡ് ടു മേക്ക് ജഡ്ജ്മെൻറ്റ് അബൌട്ട് ദം ബേസ്ഡ് ഓൺ ദാറ്റ് ലിമിറ്റഡ് നോളേജ്. ജനങ്ങളെക്കുറിച്ചോ ഒരു സാധനത്തെ പറ്റിയോ നേഷനെ പറ്റിയോ ജഡ്ജ്മെൻറ്റ് ചെയ്യുക. ഒരു ചെറിയ കാര്യം അറിഞ്ഞുകൊണ്ട്, ഒരു കാര്യത്തെപ്പറ്റി കുറച്ച് വിവരം അറിഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നതിനെയാണ് ഇവിടെ പറയുന്നത്. ദ പീപ്പിൾ ഓർ തിങ് whom we judge will have many aspects, sides and qualities which we do not know of. നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ജനങ്ങൾക്കും വസ്തുക്കൾക്കും കുറേ ആസ്പെക്ട്സുകൾ ഉണ്ടാവും, സൈഡ്സുകൾ ഉണ്ടാവും, ക്വാളിറ്റീസുകൾ ഉണ്ടാവും. അതൊന്നും നമുക്ക് അറിഞ്ഞോണമെന്നില്ല. In such a scenario, making assessment or judgment with a limited piece of knowledge about something will most often be wrong. That is dangerous. നമ്മുടെ ചെറിയ അറിവ് വെച്ചിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായി വരാം. അത് വലിയ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സമ്മറി ഓഫ് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. ഈ ചാപ്റ്ററിൻ്റെ സമ്മറിയിലോട്ട് പോകാം. ഇവിടുത്തെ സ്പീക്കർ ചിമാന്ത ngozi ആഡിച്ചിയാണ്. സ്പീക്കറുടെ പ്രൊഫൈൽ നമ്മൾ കണ്ടതാണ്. The Nigerian writer and the orator Chimamanda Ngozi Adichie introduced herself to be a storyteller, and she wants to tell a few personal stories about what she likes to call the danger of a single story. നൈജീരിയൻ എഴുത്തുകാരിയും കഥ പറച്ചിൽക്കാരിയുമായ ചിമാന്ത ngozi ആഡിച്ചി സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റോറി ടെല്ലറായിട്ടാണ്. ചിമാന്തയ്ക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ, കഥകൾ പറയാനുണ്ട്. അത് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന പേരിലാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ഷി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ നൈജീരിയൻ മിഡിൽ ക്ലാസ് ഫാമിലി. ചിമാന്ത ജനിച്ചതും വളർന്നതുമൊക്കെ ഒരു നൈജീരിയൻ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ്. ഹർ ഫാദർ വാസ് എ പ്രൊഫസർ ആൻഡ് മദർ വാസ് എൻ അഡ്മിനിസ്ട്രേറ്റർ. ചിമാന്തയുടെ അച്ഛനൊരു പ്രൊഫസറായിരുന്നു, അമ്മ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. She started reading books at an early age of 4 and started writing stories with crayon illustration at the age of 7. ചിമാന്ത പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുന്നത് 4 വയസ്സുള്ളപ്പോഴാണ്. പിന്നെ കഥകൾ ക്രയോൺ ഇല്ലുസ്ട്രേഷനോട് കൂടിയിട്ട് എഴുതാൻ തുടങ്ങുന്നത് 7th ഏജിലാണ്. She read mostly American and British children's books, which created a single story in her mind about books. ചിമാന്ത കൂടുതലായിട്ട് വായിക്കുന്നത് അമേരിക്കൻ ബ്രിട്ടീഷ് ചിൽഡ്രൻസ് ബുക്കുകളാണ്. സോ അതുകൊണ്ട് ബുക്കിനെ കുറിച്ചുള്ള ഒരു സിംഗിൾ സ്റ്റോറി ചിമാന്തയുടെ മനസ്സിൽ രൂപപ്പെട്ടു. She believed that books by their nature should have foreign characters in them, and the book should deal with subject matters with which the writer should not have a personal relation. But she realized the mistake when she could read books by African writers like Chinua Achebe and Kamara Leye. When she read African books, she realized that the girls like her with kinky hair and chocolate-colored skin could also be characters in books. ചിമാന്ത ആദ്യത്തിൽ വിചാരിച്ചിരുന്നത് ഫോറിൻ ക്യാരക്ടേഴ്സില്ല, വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ബുക്സിൽ ക്യാരക്ടേഴ്സ് ആവാൻ പറ്റുള്ളൂ എന്നതാണ്. പക്ഷേ ആഫ്രിക്കൻ റൈറ്റേഴ്സായ ചിനുവ അച്ചെമ്പെ പിന്നെ കമാര ലേയെ എന്നിവരുടെയൊക്കെ ബുക്സ് വായിച്ചപ്പോൾ ചിമാന്തയെ പോലുള്ള കിൻകി എയറുള്ള ചോക്ലേറ്റ് കളർഡ് സ്കിന്നുള്ള ആളുകൾക്കും ബുക്സിലെ ക്യാരക്ടേഴ്സ് ആവാമെന്ന് അവൾ മനസ്സിലാക്കി. She had a single story about Fight, their houseboy. She believed that he and his family had only poverty in life and do not have any other abilities. ചിമാന്തയ്ക്ക് സിംഗിൾ സ്റ്റോറി പറയാനുള്ളത് ഫൈഡ് എന്ന അവരുടെ ഹൗസ് ബോയിയെ കുറിച്ചാണ്.
അവൾ വിശ്വസിക്കുന്നത് ഫൈഡ് എന്ന അവരുടെ ഹൗസ് ബോയിൻ്റെ ഫാമിലിക്കും ദാരിദ്ര്യം മാത്രമാണുള്ളത്, വേറൊരു അബിലിറ്റീസുമില്ല. Once she visited his house and found beautifully patterned baskets of dyed raffia made by his brother. ഒരു ദിവസം ചിമാന്ത ഹൗസ് ബോയുടെ വീട്ടിൽ പോയപ്പോൾ ആ കുട്ടിയുടെ ബ്രദർ ഉണ്ടാക്കിയ ഒരു ബാസ്ക്കറ്റ് കണ്ടു. അത് ബ്യൂട്ടിഫുള്ളി പാറ്റേൺ ചെയ്തതാണ്. Then she realized that her single story about Fayed and his family was wrong. ചിമാന്ത അങ്ങനെ മനസ്സിലാക്കി ഹൗസ് ബോയിയെക്കുറിച്ചും അവൻ്റെ ഫാമിലിയെക്കുറിച്ചുമുള്ള ചിമാന്തയുടെ സിംഗിൾ സ്റ്റോറി തെറ്റായിരുന്നു എന്നുള്ളത്. When she was 19, she went to America to continue her university studies. ചിമാന്തക്ക് 19 വയസ്സായപ്പോൾ അവൾ പഠനത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയിലോട്ട് പോയി. A American roommate had a single story about Africa. ചിമാന്തയുടെ അമേരിക്കൻ റൂംമേറ്റിന് ആഫ്രിക്കയെക്കുറിച്ച് ഒരു സിംഗിൾ സ്റ്റോറി ഉണ്ടായിരുന്നു. She believed Africa was only a land of beautiful landscape and all Africans were poor and uneducated tribal people. ചിമാന്ത വിശ്വസിച്ചിരുന്നത് ആഫ്രിക്ക എന്നുള്ള രാജ്യം ഭംഗിയുള്ള സ്ഥലങ്ങളാൽ നിറഞ്ഞതാണ്. എല്ലാ ആഫ്രിക്കക്കാരും പാവപ്പെട്ടവരാണ്, വിദ്യാഭ്യാസമില്ലാത്തവരാണ് എന്നൊക്കെയാണ് ചിമാന്ത വിചാരിച്ചിരുന്നത്. The roommate did not know English was Nigeria's official language and she was shocked to hear Adichie's excellent English. റൂംമേറ്റിന് അറിയില്ലായിരുന്നു നൈജീരിയയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്നുള്ളത്. റൂംമേറ്റ് ആഡിച്ചിയുടെ എക്സലൻറ്റ് ഇംഗ്ലീഷ് കണ്ടിട്ട് ഷോക്കായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആഡിച്ചീസ് അമേരിക്കൻ പ്രൊഫസർ ഓൾസോ ഹാഡ് എ സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക. ആഡിച്ചിയുടെ അമേരിക്കൻ പ്രൊഫസർക്കും ആഫ്രിക്കയെക്കുറിച്ചൊരു സിംഗിൾ സ്റ്റോറി പറയാനുണ്ട്. ഹി ബിലീവ്ഡ് ദാറ്റ് ആഡിച്ചീസ് ക്യാരക്ടർ വർ നോട്ട് ഒതൻറ്റിക്കലി ആഫ്രിക്കൻ. ആ പ്രൊഫസർ വിശ്വസിക്കുന്നത് ആഡിച്ചിയുടെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കക്കാരുടെ സ്വഭാവമല്ല. In his single story, African author's character should be uneducated and starving. They should not be educated and rich enough to drive cars. ആ അമേരിക്കൻ പ്രൊഫസറുടെ സിംഗിൾ സ്റ്റോറിയിൽ ആഫ്രിക്കൻ എഴുത്തുകാരുടെ ക്യാരക്ടേഴ്സ് അൺഎഡ്യൂക്കേറ്റഡ് ആണ്, വിദ്യാഭ്യാസമില്ലാത്തവരാണ്. സ്റ്റാർവിങ്, പട്ടിണി കിടക്കുന്നവരാണ്. ആൻഡ് ഓൾസോ നോട്ട് റിച്ച് ഇനഫ് ടു ഡ്രൈവ് കാർസ്. അവർക്ക് കാറ് പോലും ഡ്രൈവ് ചെയ്യാൻ കഴിയാത്തവരാണ് എന്നാണ് പറയുന്നത്. സോ ആഡിച്ചി ഹാഡ് എ ഹാപ്പി ചൈൽഡ്ഹുഡ് ഇൻ എ ക്ലോസ് നെറ്റ് ഫാമിലി. ഷി ഹാഡ് ഓൾസോ സം പെയിൻഫുൾ ലൈഫ് എക്സ്പീരിയൻസസ്. ആഡിച്ചിയുടെ ചെറുപ്പകാലം സന്തോഷം നിറഞ്ഞതായിരുന്നു, പക്ഷേ വേദന നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളും ആഡിച്ചിക്ക് ഉണ്ടായിട്ടുണ്ട്. ഹർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൈഡ് ഇൻ റെഫ്യൂജി ക്യാമ്പ്സ്. ആഡിച്ചിയുടെ മുത്തശ്ശന്മാർ മരിച്ചത് റെഫ്യൂജി ക്യാമ്പിൽ വെച്ചാണ്. ഹർ കസിൻ പോളി ഡൈ ഡ്യൂ ടു ലാക്ക് ഓഫ് ഇനഫ് മെഡിക്കൽ കെയർ. അവളുടെ കസിനായ പൊല്ലെ മരിക്കുന്നത് മെഡിക്കൽ കെയർ കിട്ടാതെയാണ്. ഹർ ക്ലോസസ്റ്റ് ഫ്രണ്ട് ഒക്കോലോമ ഡൈഡ് ഇൻ എ പ്ലെയിൻ ക്രാഷ്. അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒക്കോലോമ മരിക്കുന്നത് പ്ലെയിൻ ക്രാഷിലൂടെയാണ്. Finally, Adichie says in a speech that single story create stereotypes and stereotypes are not untrue, but they are incomplete. They make a single story the only story. ആഡിച്ചി അവളുടെ പ്രസംഗത്തിൽ പറഞ്ഞു വരുന്നത് ഈ സിംഗിൾ സ്റ്റോറീസ് സ്റ്റീരിയോടൈപ്സ് ക്രിയേറ്റ് ചെയ്യും. സ്റ്റീരിയോടൈപ്പ് എന്താണ്? തെറ്റൊന്നുമല്ല, ശരി തന്നെയാണ്, പക്ഷേ അത് ഇൻകംപ്ലീറ്റ് ആണ്, പൂർണ്ണമല്ല. സോ സ്റ്റീരിയോടൈപ്സ് സിംഗിൾ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യും, പക്ഷേ അത് ഇൻകംപ്ലീറ്റ് ആവില്ല, പൂർണ്ണമാവില്ല. ദിസ് ഈസ് ദ സമ്മറി ഓഫ് ദ സ്പീച്ച് ഡേഞ്ചർ ഓഫ് ദ സിംഗിൾ സ്റ്റോറി. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ ആൻഡ് ബൈ.